ചെടികളിൽ മാംസഭോജികളുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ആരും വിശ്വസിക്കില്ലായിരുന്നു. ചെറുപ്രാണികളെ ആകർഷിച്ച് ഭക്ഷണമാക്കി കഴിയുന്ന ഇരപിടിയൻ ചെടി എന്നറിയപ്പെടുന്ന പിച്ചർ ചെടി ശാസ്ത്രലോകം കണ്ടുപിടിച്ചതോടെ ചെടികളിലെ നോൺ വെജിറ്റേറിയനെ തിരിച്ചറിഞ്ഞു തുടങ്ങി. ആ നോൺ വെജിറ്റേറിയനായ ചെടി ഇങ്ങ് മാന്നാറിലും ഇപ്പോഴുണ്ട്. ചെറുപ്രാണികളെ ആകർഷിച്ച് ഭക്ഷണമാക്കി കഴിയുന്ന ഇരപിടിയൻ ചെടി എന്നറിയപ്പെടുന്ന പിച്ചർ ചെടി കൗതുകമാകുന്നു. മാന്നാർ കുരട്ടിശ്ശേരി ശിവകൃപയിൽ അനിൽകുമാറിന്റെ പൂന്തോട്ടത്തിലാണ് അപൂർവമായി മാത്രം കണ്ടുവരാറുള്ള ഇരപിടിയൻ ചെടി ഉള്ളത്. നെപ്പാന്തേസി, സെറാസീനിയസി എന്നീ സസ്യകുടുംബങ്ങളിലെ കീടഭോജികളായ ഇരപിടിയൻ ചെടികൾ പിച്ചർ ചെടികൾ എന്നാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. ഈ സസ്യങ്ങളുടെ നീണ്ട ഇലയുടെ അഗ്രത്ത് കുടം പോലെയുള്ള ഒരു രൂപമുണ്ട്. ഇതിന് അടപ്പും ഉണ്ട്. ഇതിനുള്ളിൽ പ്രാണിയെ ദഹിപ്പിക്കാനുള്ള ദഹനരസവും ഉണ്ട്. ദ്രാവകത്തിന്റെ മണത്തിൽ ആകൃഷ്ടരായി വരുന്ന പ്രാണികൾ ഇതിനുള്ളിലേക്ക് വീഴുകയും അടപ്പ് അടയുകയും ചെയ്യും. ദ്രാവകത്തിൽ കിടന്ന പ്രാണികൾ ദഹിച്ചാണ് ഈ ചെടികൾക്ക് ഭക്ഷണമായി മാറുന്നത്. തീർത്തും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ വളർന്നപ്പോൾ നിലനിൽപ്പിന് ഇരയെ ആകർഷിക്കാനുള്ള കഴിവ് വളർത്തിയെടുത്താണ് ഇരപിടിയൻ ചെടികളായി മാറുന്നത്. മണ്ണിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ആഹാര ലഭ്യത ഉണ്ടായാൽ ഇര പിടിക്കാനുള്ള കഴിവില്ലാതെയാകും. വളമില്ലാത്ത പ്രതലങ്ങളിലാണ് ഇതിന്റെ വളർച്ച. എറണാകുളത്തു നിന്നുള്ള സുഹൃത്തിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന് ചകിരിച്ചോർ നിറച്ച ചട്ടിക്കുള്ളിലാണ് അനിൽകുമാർ ഇതിനെ നട്ടുപിടിപ്പിച്ചത്. ഇരപിടിയൻ സസ്യം അല്ലെങ്കിൽ പിച്ചർ പ്ലാന്റ് എന്ന് പറയും. പിച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ കുടത്തിന് സാമ്യമുള്ളതാണ് പിച്ചർ. ഇതാണ് പിച്ചർ. ഇത് ചെറിയ പ്രാണികളെയൊക്കെ മണം കൊണ്ട് ആകർഷിക്കുകയും ഇതിനകത്തൊരു ദഹനരസമാണ്. അതിൽ വീണിട്ട് അത് ദഹിച്ച് ഇതിന്റെ വളമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് അതിന് പിച്ചർ പ്ലാന്റ് എന്ന് പറയുന്നത്. കൊച്ചിയിൽ ഒരു കളക്ടർ ശേഖരിച്ചു. പല രാജ്യങ്ങളിൽ നിന്നുള്ള വാഴകൾ, പ്ലാവുകൾ, അമ്പലുകൾ, താമര, ആകാശവെള്ളരി, കൃഷ്ണനാൽ, കർപ്പൂരമരം, അശോകവനത്തിലെ ശിംശിബ തുടങ്ങി വൈവിധ്യമാർന്ന സസ്യങ്ങളും വൃക്ഷങ്ങളും 3 പതിറ്റാണ്ടോളം പ്രവാസിയായിരുന്ന അനിൽകുമാറിന്റെ വീട്ടുവളപ്പിനെ ഫലഭൂയിഷ്ടമാക്കുന്നു. നാടൻ മത്സ്യങ്ങളെ വളർത്തുന്ന മത്സ്യക്കുളവും ഇതിനോടൊപ്പമുണ്ട്. മാന്നാർ നായർ സമാജം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ ഭാര്യ അജിതയാണ് അനിൽകുമാറിന്റെ അപൂർവ ഉദ്യാനം പരിപാലിക്കുന്നത്. മകൻ വരുൺ വിദേശ ബാങ്ക്, മകൾ ഗായത്രി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ തിരുവനന്തപുരത്ത് ഉദ്യോഗസ്ഥയാണ്. വെറ്ററിനറി ഡോക്ടറായ അനഘ മരുന്നാണ്. മാന്നാർ.